കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദെൻ ഡിസ്ക്രൈബ് കമ്പണൻസ്. എന്തൊക്കെ കമ്പണൻസ് ആയിരുന്നു? ട്രാക്ടർ, സ്പിൻഡിൽ, റീഡ് ഓർ റൈറ്റ് ഹെഡ്, ആക്ച്വേറ്റർ, ആം അസംബ്ലി, കൺട്രോളർ. ഓക്കെ, സോ അഞ്ചെണ്ണം ഏതോ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. കമ്പണൻസ് ചോദിച്ചിട്ടുണ്ട്, ഡിസ്ക്രൈബ് കമ്പണൻസ്. ഓക്കെ, അത് ഈ ഒരു ഡയഗ്രാം വെച്ച് തന്നെ പറയാൻ ശീലിക്കുക. ഓക്കെ, അതിനുശേഷം ഡിസ്ക്രൈബ് പെർഫോമൻസ്. ഇതിൽ സീക്ക് ടൈം ഓർ ആക്സസ് ടൈം, റൊട്ടേഷണൽ ലാറ്റൻസി, ഡാറ്റ ട്രാൻസ്ഫർ, റേറ്റ്. ഓക്കെ, നമുക്ക് ഡിസ്ക് സർവീസ് ടൈം അതാണ് കാണേണ്ടത്. ഡിസ്ക് സർവീസ് ടൈം ഈക്വൽ ടു സീക്ക് ടൈം പ്ലസ് റൊട്ടേഷണൽ ലാറ്റൻസി പ്ലസ് ഡാറ്റ ട്രാൻസ്ഫർ ടൈം. ഓക്കെ, പിന്നെ നമ്മൾ ഫ്ലാഷ് ഡ്രൈവ്സിനെ കണ്ടു. ദെൻ കമ്പാരിസൺ കൺവെൻഷണൽ ഹാർഡ് ഡ്രൈവ്സ് ആൻഡ് ഫ്ലാഷ് ഡ്രൈവ്സ് ചോദിക്കാം. ഓക്കെ, ദെൻ റേറ്റ് നമ്മുടെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ഇൻ മൊഡ്യൂൾ 2. ഓക്കെ, റേറ്റ് രണ്ട് തരത്തിലുണ്ട്. ടു വേസ് ഓഫ് ഇംപ്ലിമെൻറ്റേഷൻ ആണ്, ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ. സോഫ്റ്റ്വെയർ ഈസ് എ ഹോസ്റ്റ് ബേസ്ഡ്, ഹാർഡ്വെയർ രണ്ടുമാകാം അല്ലേ. ഹോസ്റ്റ് ബേസ്ഡും ആകാം, അറേ ബേസ്ഡും ആകാം. കൺട്രോളർ കാർഡ് റേറ്റ് ആൻഡ് അറേ ബേസ്ഡ് എക്സ്റ്റേണൽ റേറ്റ് കൺട്രോളർ. ഓക്കെ, അപ്പം ഇതൊക്കെ അറിഞ്ഞിരിക്കാം. ദെൻ അറേ കമ്പോണൻസ്. ഓക്കെ, അറേ കമ്പോണൻസിൽ നമ്മൾ കണ്ടു റേഡ് അറേ അല്ലേ. ഒരു കൺട്രോളർ ഉണ്ടാകും, റേഡ് കൺട്രോളർ ഉണ്ടാകും. ദെൻ മൾട്ടിപ്പിൾ ഹാർഡ് ഡിസ്ക് ഡ്രൈവ്സ്. ഓക്കെ, ഈ നമ്പർ ഓഫ് ഹാർഡ് ഡിസ്ക് ഡ്രൈവ്സ് തന്നെ നമുക്ക് ഗ്രൂപ്പ് ചെയ്യുന്നുണ്ട്. സബ്സെറ്റ് ഓഫ് ഹാർഡ് ഡിസ്ക്. ഓരോ ഗ്രൂപ്പിനും നമ്മൾ എന്ത് പറയുന്നു? ലോജിക്കൽ അറേ അല്ലേ. ആണോ? ഹലോ, ഇതൊക്കെ ഓർമ്മയുണ്ടോ? ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്ത്. റെസ്പോണ്ട് ചെയ്യും പിള്ളേരെ. റെയ്ഡ് എന്താ ചെയ്യുന്നത്? ഹോസ്റ്റുമായിട്ട് കണക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. റെയ്ഡ് അറേ. റെയ്ഡ് അറേൻ്റെ അകത്ത് കൺട്രോളർ ഉണ്ട്, അതുപോലെ തന്നെ മൾട്ടിപ്പിൾ ഹാർഡ് ഡിസ്ക് ഡ്രൈവ്സ്. ഓക്കെ, ഈ ഹാർഡ് ഡിസ്ക് ഡ്രൈവ്സിനെ നമ്മൾ ഗ്രൂപ്പ് ചെയ്യുന്നുണ്ട്. ആ ഓരോ ഗ്രൂപ്പിനും ലോജിക്കൽ അറേ അല്ലെങ്കിൽ റെയ്ഡ് സെറ്റ് എന്നൊക്കെ വിളിക്കും. ഓർമ്മയുണ്ടോ? ഹലോ, ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. ആരും ഇല്ലേ ഇവിടെ? ഓക്കെ, അറ്റൻഡൻസ് എടുക്കാം നമുക്ക്. അഭിലാഷ്, അഭിലാഷ്, അഭിനവ്, അഭിനവ്, അൻസബ്, അനുശ്രീ, അർജുൻ, അതുൽ ദിനേശ്, അതുൽ സത്യപാൽ, ഫബിന, പജ, ജാസിം, ജാസിം, മിഥിലാജ്, മൃദുല, ജാസിൽ, ജാസിൽ, ശരത്, ശരത്, സർഗ, സർഗ, ഷബ്ന, സൗരഭ്, ശ്രീരാജ്, ശ്രീരാജ്, സുബിൻ, വിഷ്ണു, വിഷ്ണു. ഓക്കെ, അമൃത, അശ്വതി, ലിതിന, ലിതിന, ഹരിത, അമൽ. ഓക്കെ, അപ്പോൾ നിങ്ങൾ പറയൂ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ
സെക്കൻഡ് മൊഡ്യൂളിൽ കണ്ടിട്ടുണ്ട്. ഓക്കെ, റെയ്ഡ് കമ്പോണൻസ്. ഓക്കെ, റെയ്ഡ് കമ്പോണൻസ് എന്താ ചെയ്യുന്നത്? റെയ്ഡ് അറേ ഹോസ്റ്റുമായിട്ട് കണക്ട് ചെയ്യാണ്. അഭിനവ് എവിടെയായിരുന്നു? മിസ് അത് റേഞ്ചിന്റെ ഒരു കാരണം ഇതായതുകൊണ്ട് ഓപ്പൺ ആകുന്നില്ലേ, അതാണ് ഇതിലേക്ക്. ഓക്കെ, ഓക്കെ. അപ്പം നമുക്കിനി നെക്സ്റ്റ് പഠിക്കാനുള്ളത് നമ്മുടെ ടെക്നിക്സ് ആണ്, റെയ്ഡ് ടെക്നിക്സ്. അതിൽ സ്ട്രിപ്പിംഗ് ചെറുതായിട്ടൊന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓർമ്മയുണ്ടോ എന്തായിരുന്നു സ്ട്രിപ്പിംഗ്? ഓക്കെ, സ്ട്രിപ്പിംഗ് എന്ന് പറയുന്ന സമയത്ത് നമുക്കറിയാം റെയ്ഡിൽ മോർ ദാൻ 1 ഹാർഡ് ഡിസ്ക് ഡ്രൈവ്സ് ഉണ്ട് എന്നുള്ളത് അല്ലേ. അപ്പം സ്ട്രിപ്പിംഗ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ എന്താ പറയുന്നത്? സ്ട്രിപ്പ് എന്ന് പറയുമ്പം കണ്ടിന്യൂസ് അഡ്രസ് ബ്ലോക്സ് ആണ് ഒരു സ്ട്രിപ്പ് എന്ന് പറയുന്നത് അല്ലേ. അപ്പം ഇവിടെ ഇത്രയും ഭാഗം ഒരു സ്ട്രിപ്പായിട്ട് കൺസിഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് അടുത്ത സ്ട്രിപ്പ് അല്ലേ. ഈ നമ്പർ ഓഫ് ബ്ലോക്സ് എന്ന് പറയുന്നത് ഫിക്സഡ് ആണ്. ഓക്കെ, അപ്പം ഈ ഒരു ഏരിയ ആണ് ഈ ഒരു ഹാർഡ് ഡിസ്ക് ഡ്രൈവിൻ്റെ ഫസ്റ്റ് സ്ട്രിപ്പ് ഉണ്ടെങ്കിൽ ഈ ഡിസ്കിൻ്റെ ഫസ്റ്റ് സ്ട്രിപ്പ് ഇതാണ്. ഇവിടെ നിന്ന് 0 മുതൽ സ്റ്റാർട്ട് ചെയ്യാണ്, 0 മുതലുള്ള അഡ്രസ്സ് മുതൽ സ്റ്റാർട്ട് ചെയ്യാണ്. ഇതാണ് ഇതിൻ്റെ ഫസ്റ്റ് സ്ട്രിപ്പ് എങ്കിൽ ഈ സെക്കൻഡ് ഹാർഡ് ഡിസ്ക് ഡ്രൈവിൽ ഫസ്റ്റ് ഡിസ്കിൻ്റെയും സ്ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ തന്നെയാണ്. 0 എന്ന് പറയുന്ന നമ്പർ മുതൽ ഇവിടം വരെ തന്നെയാണ് ഇതിൻ്റെ ഫസ്റ്റ് സ്ട്രിപ്പ്. ഓക്കെ, അതുപോലെ തന്നെ അടുത്തതിൻ്റെയും എത്ര ഹാർഡ് ഡിസ്ക് ഉണ്ടോ ഒക്കെ അങ്ങനെ തന്നെയാണ്. ഓക്കെ, അപ്പോൾ സ്ട്രിപ്പിംഗ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഡാറ്റ റീഡ് ചെയ്യുന്നതും റൈറ്റ് ചെയ്യുന്നതും സ്പ്രെഡ് ചെയ്തിട്ട്. ഓക്കെ, ഹലോ, മനസ്സിലാവുന്നുണ്ടോ? ഇത് ചെറുതായിട്ടൊന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, stripping is a technique to spread data across multiple drives. Okay, എന്തിനാ അങ്ങനെ ചെയ്യുന്നത്? To use the drives in parallel. Okay, parallel read അല്ലെങ്കിൽ parallel write ആയിരിക്കും ഇവിടെ നടക്കുക. ഓക്കെ, ഹലോ, ഇവിടെ തന്നെ കാണിച്ചിട്ടുണ്ട് എ എന്നുള്ള ഒരു ഡാറ്റ A1, A2, A3 അങ്ങനെയാണ് എത്തിയിരിക്കുന്നത്. A1 എന്നുള്ളത് ഈ ഒരു ഫസ്റ്റ് സ്റ്റെപ്പിലായിരിക്കും സ്റ്റോർ ചെയ്തിട്ടുണ്ടാവുക, A2 നെക്സ്റ്റ്, A3 ഇവിടെ. ഓക്കെ, അങ്ങനെ എന്താ പറയുക, സ്പ്രെഡ് ചെയ്തിട്ടാണ് നമ്മൾ ഡാറ്റ റൈറ്റ് ചെയ്യും റീഡ് ചെയ്യും ചെയ്യുന്നത്. ഓക്കെ, സ്ട്രിപ്പിംഗ് എന്നുള്ള ടെക്നിക്കിൽ. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫുൾ ഒരു സ്ട്രൈപ്പ് എന്ന് പറയുന്നത് എന്താണ്? സെറ്റ് ഓഫ് സ്ട്രിപ്സ് ആണ് സ്ട്രൈപ്പ്. ഓക്കെ, set of aligned strips that spans across all the disk within the RAID set. ഓക്കെ, അപ്പം ഇവിടെ ഒരു സ്ട്രൈപ്പ് എന്ന് പറയുന്നത് ഇപ്പോൾ ഇവിടെ എക്സാമ്പിൾ കാണിച്ചിട്ടുള്ളത് A1, A2, A3 ഇങ്ങനെ 3 സ്ട്രിപ്സിലായിട്ടാണ് നമ്മൾ എന്ത് ചെയ്തേക്കുന്നത്? സ്റ്റോർ ചെയ്തേക്കുന്നത്. ഓക്കെ, 3 സ്ട്രിപ്സിനും സെയിം അഡ്രസ്സാണ്, 3 സ്ട്രിപ്സും ഡിഫറെൻറ്റ് 3 ഹാർഡ് ഡിസ്ക് ഡ്രൈവിലാണ്. ഓക്കെ, അപ്പോൾ ഈ 3 സ്ട്രിപ്സും കൂടിയിട്ടുള്ളതാണ് എന്ത്? ഒരു സ്ട്രൈപ്പ് എന്ന് പറയുന്നത്. കാരണം ഇവിടെ 3 ഹാർഡ് ഡിസ്ക് ഡ്രൈവാണ് ഉള്ളത്. ഓക്കെ, കേൾക്കുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? ഒന്ന് കമൻറ്റ് ചെയ്തേ, മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, അപ്പം ഇത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഇനി സിമ്പിളാണ്. ഇനി നമുക്ക് കുറച്ച് എന്താ പറയുക, കുറച്ച് വേർഡ്സ് ആണുള്ളത്. ഓക്കെ, സ്ട്രിപ്പ് സൈസ് അല്ലെങ്കിൽ സ്ട്രൈപ്പ് ഡെപ്ത്. ഓക്കെ, സ്ട്രിപ്പ് സൈസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദ നമ്പർ ഓഫ് ബ്ലോക്സ് ഇൻ എ സ്ട്രിപ്പ്, അത് തന്നെയാണ് സ്ട്രൈപ്പ് ഡെപ്ത് എന്നും പറയുന്നത്. സ്ട്രൈപ്പ് എന്ന് പറയുന്നത് എന്താ? സെറ്റ് ഓഫ് സ്ട്രിപ്സ്. ഓക്കെ, സോ സ്ട്രിപ്പ് സൈസ് ഈസ് ദി നമ്പർ ഓഫ് ബ്ലോക്സ് ഇൻ എ സ്ട്രിപ്പ് and it is the maximum amount of data that can be written to or read from a single hard disk drive in the set. Okay, മനസ്സിലായല്ലോ? കൂടുതൽ എക്സ്പ്ലനേഷൻ വേണ്ടല്ലോ അല്ലേ? ഓക്കെ, സ്ട്രിപ്പ് സൈസ് എന്ന് വെച്ചാൽ എന്താ നമുക്ക് പറയാം? ഒരു സ്ട്രിപ്പിൻ്റെ അകത്ത് എത്ര നമ്പർ ഓഫ് ബ്ലോക്സ് കൊള്ളുന്നു, ഇതാണ് നമ്മുടെ ഒരു സ്ട്രിപ്പ്. ആ നമ്പർ ഓഫ് ബ്ലോക്സ് ഫിക്സഡ് ആണ്. ഓക്കെ, ഇതൊരു സ്ട്രിപ്പാണ്, ഇതിൻ്റെ അകത്ത്
ഒരു പർട്ടിക്കുലർ നമ്പർ ഓഫ് ബ്ലോക്സ് തന്നെയാണ് ഉണ്ടാവുക. അടുത്ത സ്ട്രിപ്പാണ് ഈ കാണുന്നത്, അതിലും സെയിം പർട്ടിക്കുലർ നമ്പർ ഓഫ് ബ്ലോക്സ് ആണ് ഉണ്ടാവുക. ഓക്കെ, അത് ഈ ഒരു ഹാർഡ് ഡിസ്ക് ഡ്രൈവിൽ മാത്രമല്ല, എല്ലാ ഹാർഡ് ഡിസ്ക് ഡ്രൈവിലും അങ്ങനെ തന്നെയാണ് ഉണ്ടാവുക. ഓക്കെ, സ്ട്രിപ്പ് ഡെപ്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒരു സ്ട്രിപ്പിൽ എത്ര നമ്പർ ഓഫ് ബ്ലോക്സ് ഉണ്ട് തന്നെയാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് സ്ട്രൈപ്പ് സൈസ്. സ്ട്രൈപ്പ് സൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും നമുക്കറിയാം. സ്ട്രൈപ്പ് ഈസ് സെറ്റ് ഓഫ് അലൈൻഡ് സ്ട്രിപ്സ് അല്ലേ. ഒരു സ്ട്രിപ്പ് സൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സ്ട്രിപ്പിൽ എത്ര നമ്പർ ഓഫ് ബ്ലോക്സ് അല്ലേ. അപ്പം ഒരു സ്ട്രൈപ്സസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സ്ട്രൈപ്പിൽ എത്ര നമ്പർ ഓഫ് സ്ട്രിപ്സ് ഉണ്ട് അല്ലേ. ഫസ്റ്റ് ആ ഒരു സ്ട്രൈപ്പിൽ എത്ര നമ്പർ ഓഫ് സ്ട്രിപ്സ് ഉണ്ട്, അതായത് എത്ര നമ്പർ ഓഫ് ഹാർഡ് ഡിസ്ക് ഡ്രൈവ്സ് ഉണ്ട് എന്നുള്ളത് അല്ലേ. ആണോ? അത് മാത്രമല്ല, ഓക്കെ, ഒപ്പം ആ ഒരു നമ്പർ എത്ര നമ്പർ ഓഫ് ഹാർഡ് ഡിസ്ക് ഡ്രൈവ് ഉണ്ട് അതിൻ്റെ കൂടെ സ്ട്രിപ്പ് സൈസ് മൾട്ടിപ്പിൾ ചെയ്യണം. ഓക്കെ, നമ്മുടെ ഒരു സ്ട്രിപ്പ് സൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, എത്ര നമ്പർ ഓഫ് ബ്ലോക്സ് ഉണ്ട് എന്നുള്ളത് അല്ലേ. അപ്പം സ്ട്രൈപ്പ് സൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയും ഉണ്ട്. സ്ട്രൈപ്പ് സൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്പർ ഓഫ് സ്ട്രിപ്സ് അല്ലെങ്കിൽ നമ്പർ ഓഫ് ഹാർഡ് ഡിസ്ക് ഡ്രൈവ്സ് ഇൻറ്റു നമ്പർ ഓഫ് ബ്ലോക്സ് ഇൻ എ സ്ട്രിപ്പ് അല്ലെങ്കിൽ സ്ട്രിപ്പ് സൈസ്. മനസ്സിലായോ? ഹലോ, ഒന്ന് കമൻറ്റ് ചെയ്തേ മനസ്സിലായോ? മനസ്സിലായില്ലേ? ഓക്കെ, ചെറിയൊരു എക്സാമ്പിളിലൂടെ പറയാം. ഓക്കെ, ചെറുത്, അത്ര വലുതൊന്നുമല്ല, മനസ്സിലാവാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളവർക്ക്. അപ്പം നമുക്ക് 5 ഡിസ്ക് ഡ്രൈവ്സ് ഉണ്ടെന്ന് വിചാരിച്ചോ, 5 ഹാർഡ് ഡിസ്ക് ഡ്രൈവ്സ്. ഓക്കെ, ഇപ്പോൾ ഈ 5 ഹാർഡ് ഡിസ്ക് ഡ്രൈവ്സിലും സ്ട്രിപ്സ് ഉണ്ട് അല്ലേ. നമ്മുടെ സ്ട്രിപ്പ് സൈസ് എന്ന് പറയുന്നത് 64 KB ആണെന്ന് വിചാരിച്ചു. ഓക്കെ, സ്ട്രിപ്പ് സൈസ് 64 KB ആണ്. നമുക്ക് 5 ഹാർഡ് ഡിസ്ക് ഡ്രൈവും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഒരു സ്ട്രൈപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു സ്ട്രൈപ്പ് സൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, നമുക്ക് എത്ര നമ്പർ ഓഫ് സ്ട്രിപ്സ് ഉണ്ട്, അതായത് 5 ഹാർഡ് ഡിസ്ക് ഡ്രൈവ്സ് ഉണ്ടെങ്കിൽ 5 സ്ട്രിപ്സ് അല്ലേ, ഇൻറ്റു സ്ട്രിപ്പ് സൈസ് 64 which is equal to 320 KB. ഓക്കെ, മനസ്സിലായല്ലോ അല്ലേ? ഹലോ, ഒന്ന് കമൻറ്റ് ചെയ്തേ, കമൻറ്റ് ചെയ്യൂ. മനസ്സിലായോ ഇല്ലയോ എന്നൊന്ന് കമൻറ്റ് ചെയ്തേ. മനസ്സിലായില്ലേ ഉള്ളവരെ? അഭിലാഷ മാത്രമേ ഉള്ളൂ? ഓക്കെ ഓക്കെ ഓക്കെ, ഇനി നെക്സ്റ്റ് സ്ട്രൈപ്പ് വിഡ്ത്ത് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്ട്രിപ്പ് സൈസ് പറഞ്ഞു, പിന്നെ സ്ട്രൈപ്പ് സൈസ് പറഞ്ഞു, ഇനി സ്ട്രൈപ്പ് വിഡ്ത്ത്. ഓക്കെ, സ്ട്രിപ്പ് സൈസ് തന്നെയാണ് സ്ട്രൈപ്പ് ഡെപ്ത്. ഓക്കെ, സ്ട്രൈപ്പ് ഡെപ്ത് ഒന്നുകൂടി പറയാം. സ്ട്രിപ്പ് സൈസ് അത് തന്നെയാണ് സ്ട്രൈപ്പ് ഡെപ്ത്. ഓക്കെ, നമ്പർ ഓഫ് ബ്ലോക്സ് ഇൻ എ സ്ട്രിപ്പ്. നെക്സ്റ്റ് പറഞ്ഞത് സ്ട്രൈപ്പ് സൈസ് എന്താ ചെയ്യുന്നത്, സ്ട്രൈപ്പ് സൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൾട്ടിപ്പിൾ ഓഫ് സ്ട്രിപ്പ് സൈസ് ബൈ ദ നമ്പർ ഓഫ് ഡാറ്റ ഡിസ്ക് ഇൻ എ റെയ്ഡ് അല്ലേ. ഇനി നെക്സ്റ്റ് പറയുന്നത് സ്ട്രൈപ്പ് വിഡ്ത്ത്. ഓക്കെ, സ്ട്രൈപ്പ് വിഡ്ത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ നമ്പർ ഓഫ് ഡാറ്റ സ്ട്രിപ്സ് ഇൻ എ സ്ട്രൈപ്പ്. ഓക്കെ, ഒരു സ്ട്രൈപ്പിൽ എത്ര നമ്പർ ഓഫ് ഡാറ്റ സ്ട്രിപ്സ് ഉണ്ട് എന്നുള്ളത്. ഓക്കെ, മനസ്സിലായോ? ഹലോ,
ഈ ഒരു പാർട്ട് എന്ന് പറയുന്നത് ഓക്കെ ഓക്കെ. സോ ഇത് മൂന്നും അറിഞ്ഞിരിക്കുക. സ്ട്രിപ്പിംഗ് ടെക്നിക്ക് ചോദിക്കുകയാണെങ്കിൽ ഇതൊക്കെയും പറയണം. ഓക്കെ. ദെൻ അടുത്ത ടെക്നിക്കാണ് മിററിങ്. ഓക്കെ. ഇവിടെ സ്ട്രിപ്പിങ്ങിൽ നമ്മൾ ഡാറ്റ പ്രൊട്ടക്റ്റ് ചെയ്യുന്നില്ല കേട്ടോ. ഓക്കെ. ജസ്റ്റ് നമ്മൾ ഡാറ്റ സ്പാൻ ചെയ്യുന്നേ ഉള്ളൂ അക്രോസ് hard disk drives, across multiple hard disk drives. Okay. Next, mirroring. Mirroring എന്തായിരിക്കും? മിററിങ് മുന്നേ കേട്ടിട്ടുണ്ടോ? ഹലോ, റെസ്പോണ്ട് ചെയ്യൂ. മിററിങ് ഡാറ്റ ഡ്യൂപ്ലിക്കേഷൻ ആണ്. ഓക്കെ. അപ്പോൾ നമ്മുടെ ഒരു സെയിം ഡാറ്റ തന്നെ രണ്ട് ഡിഫറെൻറ്റ് ഡിസ്ക് ഡ്രൈവ്സിൽ സ്റ്റോർ ചെയ്യാണ്. ഓക്കെ. 2 കോപ്പീസ് ഓഫ് ദി ഡാറ്റ. ഓക്കെ. അപ്പം ഇപ്പോൾ ഒരു ഡിസ്ക് ഡ്രൈവ് ഫെയിലർ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നമ്മൾ കോപ്പി ചെയ്ത് വെച്ചേക്കുന്ന ആ ഡിസ്ക് ഡ്രൈവിന് നമുക്ക് ഡാറ്റ അവിടെയുണ്ട്, ഡാറ്റ പ്രൊട്ടക്റ്റഡ് ആണ് അല്ലേ? ഹലോ, ഡാറ്റ നമുക്ക് പോകുന്നില്ല. ഒരു ഡിസ്ക് ഡ്രൈവ് ഫെയിൽ ചെയ്താൽ പോലും നമ്മുടെ കയ്യിൽ നിന്ന് ഡാറ്റ ലോസ്റ്റ് ആവുന്നില്ല അല്ലേ? ഓക്കെ. ഓക്കെ. അപ്പോൾ ഒരു ഹാർഡ് ഡിസ്ക് ഡ്രൈവ് ഫെയിൽ ആയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? നമ്മുടെ കൺട്രോളർ, നമ്മൾ കണ്ടു റെയ്ഡ് അറേയിൽ മൾട്ടിപ്പിൾ ഹാർഡ് ഡിസ്ക് ഡ്രൈവും ഉണ്ട്, റെയ്ഡ് കൺട്രോളറും ഉണ്ട് അല്ലേ? അപ്പോൾ ആ കൺട്രോളർ ആ ഒരു ഫെയിൽഡ് ഡിസ്കിന് എന്ത് ചെയ്യും? റീപ്ലേസ് വിത്ത് എ ന്യൂ ഡിസ്ക്. ഓക്കെ. replace with a new disk, and the controller copies the data from the surviving disk of the mirrored pair. Okay. നമ്മൾ ഓൾറെഡി കോപ്പി ചെയ്ത് വെച്ചേക്കുന്ന ആ ഒരു ഡിസ്കിന്ന് ന്യൂ ഡിസ്കിലേക്ക് എല്ലാ ഡാറ്റാസും കോപ്പി ചെയ്യും. ഓക്കെ. അപ്പോൾ ഈ ഒരു ആക്ടിവിറ്റി ഈസ് ട്രാൻസ്പെറൻറ്റ് ടു ദി ഹോസ്റ്റ്. ഓക്കെ. So here mirroring enables fast recovery from disk failure. Okay. ഹലോ, കേൾക്കുന്നുണ്ടോ? ശരത്ത് എവിടെയായിരുന്നു? ഓക്കെ. അപ്പോൾ പക്ഷേ മിററിങ് നമുക്ക് ബാക്കപ്പിന് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ. ഡാറ്റ പ്രൊട്ടക്ഷൻ മാത്രമേ നമ്മുടെ മിററിങ് തരുള്ളൂ. ഓക്കെ. ബാക്കപ്പിന് വേണ്ടി മിററിങ് യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മളെപ്പോഴും ഓരോ ഡിസ്കിന് വേറൊരു ഡിസ്കും ഹാർഡ് ഡിസ്ക് ഡ്രൈവും കൂടി വെക്കുന്നുണ്ട്. ഓരോ ഹാർഡ് ഡിസ്ക് ഡ്രൈവിനെയും അതിൻ്റെ കോപ്പി എടുക്കാൻ വേണ്ടി വേറൊരു ഹാർഡ് ഡിസ്ക് ഡ്രൈവ്. ഓക്കെ. അപ്പോൾ നമ്മൾ എപ്പോൾ ഒരു റൈറ്റ് ഓപ്പറേഷൻ ചെയ്യുന്നു അതപ്പം തന്നെ അതിൻ്റെ കോപ്പിയിലേക്കും ചെയ്യുന്നുണ്ട്. കേൾക്കുന്നുണ്ടോ? അപ്പോൾ നമുക്കിത് ബാക്കപ്പിനല്ല, ഡാറ്റ പ്രൊട്ടക്ഷനാണ് മെയിനായിട്ട് യൂസ് ചെയ്യുക. ഓക്കെ. കാരണം എവിടെയെങ്കിലും ഒരു ഡാറ്റ ചേഞ്ചസ് വന്നിട്ടുണ്ടെങ്കിൽ അതപ്പം തന്നെ അതിൻ്റെ കോപ്പിയിലേക്ക് റിഫ്ലക്റ്റ് ചെയ്യും. ഓക്കെ. സോ ഇവിടെ മിററിങ്ങിൻ്റെ ഒരു ഇത് പറഞ്ഞിട്ടുള്ളത് മിററിങ് ഡ്യൂപ്ലിക്കേഷൻ ഓഫ് ഡാറ്റയാണ് അല്ലേ? അപ്പോൾ നമുക്ക് ആക്ച്വൽ എത്ര ഡാറ്റയാണോ സ്റ്റോർ ചെയ്യേണ്ടത്, ആക്ച്വൽ സ്റ്റോറേജ് കപ്പാസിറ്റീൻ്റെ ഡബിൾ വേണം. കാരണം നമ്മൾ ഒരു ഹാർഡ് ഡിസ്ക് ഡ്രൈവ് ഡാറ്റയ്ക്ക് വേണ്ടിയിട്ടും വേറൊരു ഡിസ്ക് ഡ്രൈവ് ഈ ഒരു ഡാറ്റേൻ്റെ കോപ്പിക്ക് വേണ്ടിയിട്ടുമാണ് വെച്ചിട്ടുള്ളത് അല്ലേ? അപ്പോൾ നമ്മുടെ ടോട്ടൽ സ്റ്റോറേജ് കപ്പാസിറ്റീൻ്റെ ഡബിൾ വേണം നമുക്ക് അല്ലേ? അല്ലേ? ആണോ? ഓക്കെ. അപ്പം നമ്മുടെ മിററിങ് എക്സ്പെൻസീവ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഡാറ്റ ലോസ്റ്റ് ചെയ്യാൻ പറ്റില്ല, ഒരിക്കലും ഡാറ്റ ലോസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള ആ ഒരു ആപ്ലിക്കേഷൻസിന് മാത്രമേ മിററിങ് യൂസ് ചെയ്യാറുള്ളൂ. ഓക്കെ. ഓക്കെ. ഹലോ, ഓക്കെ. അപ്പോൾ ഇവിടെ റീഡ് പെർഫോമൻസ് കുഴപ്പമില്ല.
Mirroring improves read performance because read requests can be serviced by both disks. However, write performance is slightly lower than that in a single disk. എന്തുകൊണ്ടായിരിക്കും? നമ്മൾ ഒരു ഡിസ്കിൽ റൈറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെന്താണ് ശരിക്കും 2 റൈറ്റ്സ് വേണ്ടി വരും. അതിൻ്റെ കോപ്പിയിലേക്കും കൂടി റൈറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, കേൾക്കുന്നുണ്ടോ? ഹലോ, ഇപ്പം മിററിങ്ങിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എന്തേ ചെയ്യുന്നുള്ളൂ? ഡ്യൂപ്ലിക്കേഷൻ ഓഫ് ഡാറ്റ. ഓക്കെ, മിററിങ് സെയിം ഡാറ്റ, ഒരു ഹാർഡ് ഡിസ്ക് ഡ്രൈവിലുള്ള സെയിം ഡാറ്റ വേറൊരു ഹാർഡ് ഡിസ്ക് ഡ്രൈവിലും കൂടി കോപ്പി ചെയ്യുന്നു. ഓക്കെ, അപ്പം നമ്മുടെ ഈ ഡിസ്ക് ഡ്രൈവ് ഫെയിലർ ആയിട്ടുണ്ടെങ്കിൽ ഇതിന് പകരം വേറൊരു ഡിസ്ക് ഡ്രൈവ് വെക്കുന്നു. നമ്മുടെ ഈ കോപ്പി ചെയ്ത് കൊടുക്കുന്ന ഫുള്ള് ഈ ഡിസ്ക് ഡ്രൈവിലേക്ക് കോപ്പി ചെയ്യുന്നു. ഓക്കെ, ഇവിടെ എന്തെങ്കിലും ഒരു റൈറ്റ്, എന്തെങ്കിലും ഒരു ചേഞ്ചസ് ഉണ്ടെങ്കിൽ അതപ്പം തന്നെ ഈ ഒരു കോപ്പിയിലേക്കും ചെയ്യും. ഓക്കെ, ഇതൊക്കെ ട്രാൻസ്പെറൻറ്റും ആയിരിക്കും. ഓക്കെ, കുഴപ്പമില്ലല്ലോ. ഓക്കെ, ഇനി സ്ട്രിപ്പിംഗ് കഴിഞ്ഞു, മിററിങ് കഴിഞ്ഞു. നെക്സ്റ്റ് പാരിറ്റി. പാരിറ്റി കേട്ടിട്ടുള്ളതല്ലേ? മിററിങ്ങിൻ്റെ കുറച്ച് പറഞ്ഞിട്ടുള്ളതാണ്. ഫാസ്റ്റ് റിക്കവറി ഫ്രം ഡിസ്ക് ഫെയിലേഴ്സ്, പ്രൊവൈഡ് ഓൺലി ഡാറ്റ പ്രൊട്ടക്ഷൻ ആൻഡ് ഇറ്റ്സ് നോട്ട് എ സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ഡാറ്റ ബാക്കപ്പ്. ഓക്കെ, ദെൻ പാരിറ്റി കേട്ടിട്ടുണ്ടാവുമല്ലോ? ഇല്ലേ? ഹലോ, കേട്ടിട്ടില്ല? ഓൾ പാരിറ്റി, ഇവൻ പാരിറ്റി. ഓക്കെ, സോ പാരിറ്റി നമ്മൾ ചെയ്യുന്നത് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് അല്ലേ? അപ്പം നമുക്ക് ഓൾറെഡി മനസ്സിലായിട്ടുണ്ട് മിററിംഗ് എന്ന് പറയുന്ന സമയത്ത് എക്സ്പെൻസീവ് ആണ്. അതെ, പാരിറ്റി ബിറ്റ്. ഓക്കെ, മിററിംഗ് എന്ന് പറയുന്ന സമയത്ത് എക്സ്പെൻസീവ് ആണ് അല്ലേ? നമുക്ക് ഇപ്പം ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാവുന്ന കാര്യം വേണ്ട. മിററിംഗ് എന്ന് പറയുന്ന സമയത്ത് എക്സ്പെൻസീവ് ആണ്, നമുക്കറിയാം. നമുക്ക് ഒരു 2 ഹാർഡ് ഡിസ്ക് ഡ്രൈവ് ഉള്ളിടത്ത് നമുക്ക് എത്ര വേണം? മിററിംഗ് ടെക്നിക് ആണെങ്കിൽ 4 ഹാർഡ് ഡിസ്ക് ഡ്രൈവ് വേണം അല്ലേ? കാരണം ഈ 2 ഹാർഡ് ഡിസ്ക് ഡ്രൈവിൻ്റെയും ഒരു കോപ്പി നമുക്ക് വേണം. ഓക്കെ, സോ മിററിംഗ് എക്സ്പെൻസീവ് ആണ്. സോ പാരിറ്റി. Parity is a method of protecting stripped data from hard disk drive failure without the cost of mirroring. ഓക്കെ, അപ്പോൾ പാരിറ്റിയിൽ നമ്മൾ ചെയ്യുന്നത്, നമുക്ക് ഡാറ്റാൻ്റെ ഹാർഡ് ഡിസ്ക് ഡ്രൈവ് ഉണ്ട്, ഒപ്പം ഒരു ഹാർഡ് ഡിസ്ക് ഡ്രൈവ് പാരിറ്റിക്ക് വേണ്ടിയിട്ട് കൊടുക്കും. ഓക്കെ, an additional hard disk drive is added to the striped to hold parity. ഓക്കെ, സോ ഏതെങ്കിലും ഒരു ഹാർഡ് ഡിസ്ക് ഡ്രൈവ് ഫെയിലർ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പാരിറ്റി ബിറ്റും ബാക്കിയുള്ള ഹാർഡ് ഡിസ്ക് ഡ്രൈവ്സിലെ ഡാറ്റയും വെച്ചിട്ട് ഈ ഒരു ഫെയിലർ ആയിട്ടുള്ള ഡിസ്ക് ഡ്രൈവ്സിലെ കണ്ടൻസ് എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പം ഇവിടെ എക്സാമ്പിളായിട്ട് തന്നിട്ടുള്ളത് 5 ഹാർഡ് ഡിസ്ക് ഡ്രൈവ്സ് ആണ്. അതിൽ ഫസ്റ്റത്തെ 4 എന്ത്? ഡാറ്റ ഡിസ്ക്. ഓക്കെ, ലാസ്റ്റത്തത് പാരിറ്റി ഡിസ്ക് ആണ്. ഓക്കെ, അപ്പം ഇവിടുത്തെ കാൽക്കുലേഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഓരോ റോയിലും ഈ ഡിസ്ക് ഡ്രൈവ്സിൽ ഉള്ള ഓരോ റോസിൻ്റെയും എലമെൻറ്റ്സ് ആഡ് ചെയ്തിട്ടുള്ളതാണ് പാരിറ്റി ബിറ്റായിട്ട് വന്നിട്ടുള്ളത് ഈ ഒരു എക്സാമ്പിളിൽ, ഈ ഒരു കേസിൽ. ഓക്കെ, എല്ലാത്തിലും അങ്ങനെയില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ 3 + 1 4 + 1 2 3 + 1 4 4 + 2 6 6 + 3 9 9 പാരിറ്റി. ഓക്കെ, 1 + 1 + 2 + 1 5 പാരിറ്റി. 2 + 3 + 1 6 + 3 9 പാരിറ്റി. 1 + 1 + 3 5 + 2 7 പാരിറ്റി. ഓക്കെ, അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് ഫെയിൽ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ പാരിറ്റി മൈനസ് സം ഓഫ് റെസ്റ്റ് ഓഫ് ദി ഡിസ്ക് എലമെൻറ്റ്സ് അല്ലേ, റോ എലമെൻറ്റ്സ് ആണോ? അങ്ങനെ നമുക്ക് ഫെയിലർ ആയിട്ടുള്ള കണ്ടൻസിനൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഇങ്ങനത്തെ ഒരു കാൽക്കുലേഷൻ വെച്ചിട്ട് എടുക്കാം അല്ലേ? ഡാറ്റ പ്രൊട്ടക്ഷൻ ബൈ പാരിറ്റി. ഓക്കെ, അപ്പോൾ ഈ കാൽക്കുലേഷൻസ് ഒക്കെ ചെയ്യുന്നത് നമ്മുടെ റീഡ് അറേയിലുള്ള റീഡ് കൺട്രോളർ ആയിരിക്കും. ഓക്കെ, calculation of parity is a function of the RAID controller. മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? ഒന്ന് കമൻറ്റ് ചെയ്യൂ.
ഓക്കെ, അപ്പോൾ ഇവിടെ പാരിറ്റി എന്ന് പറയുന്ന സമയത്ത് നമുക്ക് എന്താ ഫുൾ സെറ്റ് ഓഫ് ഡ്യൂപ്ലിക്കേഷൻ ഓഫ് ഡാറ്റ വേണ്ട, ജസ്റ്റ് വൺ പാരിറ്റി ഡിസ്ക് മാത്രം മതി അല്ലേ. അപ്പം ഇവിടെ ഈ തന്ന എക്സാമ്പിളിൽ നമ്മൾ എന്താ ചെയ്തിട്ടുള്ളത്, അഡീഷനാണ് ചെയ്തിട്ടുള്ളത്. അപ്പം അത് ഡിഫറെൻ്റ് ആയിരിക്കും ഓരോ റേറ്റിനനുസരിച്ച്. ചിലയിൽ എക്സോർ ബിറ്റ് ബൈ ബിറ്റ് എക്സ്ക്ലൂസീവ് ഓർ ആയിരിക്കും ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, അപ്പം എക്സ്ക്ലൂസീവ് ഓർ ആണെങ്കിലും പാരിറ്റി ഡിസ്ക് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ആ ഡാറ്റ ഡിസ്കിൽ ഏതെങ്കിലും ലോസ് ആയിട്ടുണ്ടെങ്കിൽ തിരിച്ച് ഈ പാരിറ്റി ബിറ്റ് വെച്ചിട്ടും ബാക്കിയുള്ള ഹാർഡ് ഡിസ്ക് ഡ്രൈവിലെ എലമെൻസും വെച്ചിട്ടും തന്നെയാണ് എന്ത് ചെയ്യുക, ലോസ്റ്റ് ആയിട്ടുള്ള ഡാറ്റ റിക്കവറി ചെയ്യുക. ഓക്കെ, സോ മിററിങ്ങും പാരിറ്റിയും തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ മിററിങ്ങിന് ശരിക്കും 100% എക്സ്ട്രാ ഡിസ്ക് സ്പേസ് വേണം അല്ലേ. ബട്ട് പാരിറ്റിക്കോ ജസ്റ്റ് ഒരു പാരിറ്റി ഡിസ്കിന് മാത്രം മതി, അതായത് 25%. ഓക്കെ, സോ കോസ്റ്റ് ഇവിടെ കുറഞ്ഞു, ഡാറ്റ പ്രൊട്ടക്ഷൻ ഉണ്ട് താനും അല്ലേ, ആണോ? ഹലോ, ഓക്കെ. അപ്പം ഇവിടെ പാരിറ്റിയിൽ വെച്ച് പറയുകയാണെങ്കിൽ കുറച്ച് ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. നമുക്ക് കോസ്റ്റ് കുറഞ്ഞെങ്കിലും കുറച്ച് ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. കാരണം നമുക്ക് ഈ പാരിറ്റി പറയുന്ന നമ്മളെ സമയത്ത് എപ്പൊക്കെ നമുക്ക് ഡാറ്റ ചേഞ്ച് വരുന്നുണ്ടോ, നമ്മുടെ ഈ 4 ഡിസ്ക് ഡ്രൈവ്, ഇപ്പോൾ നേരത്തെ കാണിച്ച എക്സാമ്പിളിൽ തന്നെ ഈ 4 ഡിസ്ക് ഡ്രൈവിൽ എപ്പോൾ വേണമെങ്കിലും ചേഞ്ചസ് വരാം അല്ലേ. അപ്പോൾ ആ ചേഞ്ചസ് വരുന്ന സമയത്തൊക്കെ we need to recalculate the parity bit അല്ലേ, ആണോ? ഹലോ, അല്ലേ? ഓക്കെ, അപ്പം നമുക്ക് ഈ 4 ഡിസ്ക് ഡ്രൈവിൽ ചേഞ്ചസ് വരുമ്പോൾ ഒക്കെ നമുക്ക് എന്ത് ചെയ്യണം, പാരിറ്റി റീകാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ ഈ റീകാൽക്കുലേഷൻ ടൈം കൺസ്യൂമിംഗ് ആണ്, ടോട്ടൽ റെയ്ഡ് അറേ പെർഫോമൻസിനെ എഫക്റ്റ് ചെയ്യും. ഓക്കെ, ഇത് രണ്ടുമാണ് നമ്മുടെ ഡിസഡ്വാൻറ്റേജ് വരുന്നത്. ഓക്കെ, കോസ്റ്റ് നമ്മൾ കുറച്ചു, അതുപോലെ തന്നെ എന്താ പറയുക, മിററിങ് വെച്ച് നോക്കുമ്പം സ്പേസ് നമുക്ക് കുറവേ വേണ്ടു, കോസ്റ്റ് കുറച്ചു, പിന്നെ ഡാറ്റ പ്രൊട്ടക്ഷൻ തരുന്നുണ്ട്. പക്ഷേ ഓരോ വട്ടം ഒരു ചേഞ്ച് വരുമ്പം അത് ഈ 4 ഹാർഡ് ഡിസ്കിൽ ഏതെങ്കിലും ഹാർഡ് ഡിസ്ക് ആയിക്കോട്ടെ, ഓരോ വട്ടം ചേഞ്ച് വരുമ്പം നമുക്ക് പാരിറ്റി ബിറ്റ് റീകാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പം അത് ടൈം കൺസ്യൂമിംഗ് ആണ്, ടോട്ടൽ റെയ്ഡ് അറേ പെർഫോമൻസിനെ എഫക്റ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞു സ്ട്രൈപ്പ് സൈസ് ഇസ് ഇക്വൽ ടു എന്തായിരുന്നു, സ്ട്രൈപ്പ് സൈസ് സ്ട്രിപ്പ് സൈസ് ഇൻറ്റു ഹാർഡ് ഡിസ്ക് നമ്പർ ഓഫ് ഹാർഡ് ഡിസ്ക് ഡ്രൈവ് അല്ലേ, സ്ട്രിപ്പ് സൈസ് ഇൻറ്റു നമ്പർ ഓഫ് ഹാർഡ് ഡിസ്ക് ഡ്രൈവ്. ഓക്കെ, അപ്പോൾ പാരിറ്റി വരുന്ന സമയത്ത് സ്ട്രിപ്പ് സൈസ് എങ്ങനെയായിരിക്കും, സെയിം തന്നെ ആയിരിക്കുമോ? ഇപ്പോൾ ഇവിടെ നോക്കുക, ഈ എക്സാമ്പിൾ തന്നെ നോക്കുക, 5 ഹാർഡ് ഡിസ്ക് ഡ്രൈവ്സ് ആണ് ഉള്ളത് അല്ലേ, 5 ഹാർഡ് ഡിസ്ക് ഡ്രൈവ്സ് ആണ്, സ്ട്രിപ്പ് സൈസ് 64 KB ആണെന്ന് വിചാരിക്കാം. ഓക്കെ, ഇവിടെ നമുക്ക് 5 × 64 = 320 എന്ന് പറയാൻ പറ്റുമോ? യെസ് ഓർ നോ പറയൂ. ഹലോ, പറ്റില്ല. കാരണം എന്താ, ഈ 5 ഹാർഡ് ഡിസ്ക് ഡ്രൈവിലെ ഒരെണ്ണം എന്താ, പാരിറ്റിയാ, ഡാറ്റയല്ല. ഓക്കെ, അപ്പം നമ്മൾ പാരിറ്റി ടെക്നിക്ക് യൂസ് ചെയ്തോടുത്ത് നമ്മൾ എന്ത് ചെയ്യണം, ഈ പാരിറ്റി ഡിസ്കിനെ മാറ്റണം. ഓക്കെ, ഹാർഡ് ഡിസ്ക് ഡ്രൈവ് ഡാറ്റ ഡിസ്കിനെയാണ് നമ്മൾ സ്ട്രിപ്പ് സൈസിൽ കൂട്ടുക, പാരിറ്റീനെ കൂട്ടില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ ഡാറ്റ ഡിസ്ക് എന്ന് പറയുന്നത് 4 എണ്ണയേ ഉള്ളൂ, 4 ഹാർഡ് ഡിസ്ക് ഡ്രൈവേ കൂട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആ 5 ഹാർഡ് ഡിസ്ക് ഡ്രൈവ്സ് ഉണ്ടെങ്കിലും ഡാറ്റ ഡിസ്ക് എന്ന് പറയുന്നത് എന്താണ്, 4 ആണ്. ഓക്കെ, അപ്പം സ്ട്രൈപ്പ് സൈസ് എന്ന് പറയുന്നത് 4 × സ്ട്രിപ്പ് സൈസ് 64 ആണ്. മനസ്സിലായോ? = 256 KB. ഹലോ, ഒന്ന് കമൻ്റ് ഇട്ടേ മനസ്സിലായിട്ടുണ്ടെങ്കിൽ.
ഇവിടെ ആരും ഇല്ലേ? അതുൽ സത്യപാൽ, ഫബിന, ഫബിന ഉണ്ടോ? ആബ്സെന്റ്. ജാസിൽ, ജാസിൽ ആബ്സെന്റ്. സർഗരാജ്, സർഗരാജ് ആബ്സെന്റ്. ശ്രീരാജ്, ശ്രീരാജ്, ശ്രീരാജ് ആബ്സെന്റ്. ദിദിന, ദിദിന ആബ്സെന്റ്. ഓക്കെ. സോ ഫബിന, സർഗ, ശ്രീരാജ്, ദിദിന 4 പേരെ ആബ്സെന്റ്. ഓക്കെ. അപ്പം നമ്മുടെ ടെക്നിക്സ് എന്തൊക്കെയാണ്? സ്ട്രിപ്പിംഗ്, മിററിംഗ്, പാരിറ്റി. ഓക്കെ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് നമ്മുടെ റേഡ് ലെവൽസ് ആണ്. ഓക്കെ. അപ്പം റേഡ് 0, റേഡ് 1, നെസ്റ്റഡ് റേഡ്. ഓക്കെ. റേഡ് 0, റേഡ് 1, നെസ്റ്റഡ് റേഡ്, റേഡ് 3, റേഡ് 4, റേഡ് 5, റേഡ് 6. അങ്ങനെ ഡിഫറെൻറ്റ് റേഡ് ലെവൽസ് ഉണ്ട്. ഓരോ റേഡ് ലെവലും ഈ ലെവൽസ് പറഞ്ഞേക്കുന്നത് അത് എന്ത് ടെക്നിക്കാണ് യൂസ് ചെയ്യുന്നത്, സ്ട്രിപ്പിംഗ് ആണോ, മിററിംഗ് ആണോ, പാരിറ്റി ആണോ എന്നുള്ളത് വെച്ചിട്ടാണ്. ഓക്കെ. അപ്പം ചില ലെവൽസ് ഏതെങ്കിലും ഒരു ടെക്നിക്കേ യൂസ് ചെയ്യുള്ളൂ, ചില ലെവൽസ് എന്ത് ചെയ്യും, കമ്പൈൻ ചെയ്യും. ഓക്കെ. അപ്പം ഈ ഒരു ഇതിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, റേറ്റ് ലെവൽസ് ആർ ഡിഫൈൻഡ് ഓൺ ദ ബേസിസ് ഓഫ് സ്ട്രിപ്പിംഗ്, മിററിംഗ് ആൻഡ് പാരിറ്റി ടെക്നിക്സ്. ആപ്ലിക്കേഷൻ, പെർഫോമൻസ് ആൻഡ് ഡാറ്റ അവൈലബിലിറ്റി റിക്വയർമെൻറ്റ്സ് ഡിറ്റർമൈൻ ദ റേറ്റ് ലെവൽ സെലക്ഷൻസ്. ഓക്കെ. അപ്പം ഈ ഡിഫറെൻറ്റ് റേറ്റ്സും ഡിഫറെൻറ്റ് ആപ്ലിക്കേഷൻസിന് വേണ്ടിയിട്ടാണ്, ഡിഫറെൻറ്റ് കാര്യങ്ങൾ ചെയ്യുന്നതാണ്. ഓക്കെ. റേറ്റ് 0 അവിടെ തന്നെ ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ ചെയ്തിട്ടുണ്ട്. സ്ട്രിപ്പ്ഡ് അറേ വിത്ത് നോ ഫാൾട്ട് ടോളറൻസ്. റേഡ് 1 ഡിസ്ക് മിററിംഗ്. ഇതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം റേഡ് 0 സ്ട്രിപ്പിംഗ് ടെക്നിക്കാണ്, റേഡ് 1 മിററിംഗ് ടെക്നിക്കാണ്. ഓക്കെ. റേഡ് 3 പാരലൽ ആക്സസ് അറേ വിത്ത് ഡെഡിക്കേറ്റഡ് പാരിറ്റി ഡിസ്ക്, പാരിറ്റി ടെക്നിക്കാണ് റേഡ് 3. ഓക്കെ. അപ്പോൾ അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ വിശദമായിട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ. അപ്പം ആദ്യം ഈ റേറ്റ് ടെക്നിക്സ് പക്കാക്കുക, അതിനുശേഷം നാളെ മുതൽ റേറ്റ് ലെവൽസ് ചെയ്യാം. ഓക്കെ. സോ താങ്ക് യു.